പ്രൊഫസർ ഹമീദ് ചേന്നമംഗലൂർ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ABC ഇന്ന് അങ്ങയുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ രൂക്ഷമായി വന്നതും എന്നാൽ 10-40 കൊല്ലമായി ഇന്ത്യയുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ സജീവമായി നിന്നതുമായ ഒരു വിഷയമാണ്. മറ്റൊന്നുമല്ല, യൂണിഫോം സിവിൽ കോഡാണ്. ഈ വിഷയത്തെക്കുറിച്ച് അങ്ങയോട് സംസാരിക്കാനുള്ള ഞങ്ങളുടെ പ്രത്യേകമായ ഒരു സന്തോഷം. ഇന്ത്യയില് യൂണിഫോം സിവിൽ കോഡ് അനിവാര്യമാണ് എന്ന വാദം ഉയർത്തിയത് ഞാൻ ഓർക്കുന്നത്, ഇന്ത്യക്കാർ ഓർക്കുന്നത്, ഇന്ത്യയിലെ ഇടതുപക്ഷ ബുദ്ധിജീവികളുടെ നേതൃത്വത്തിലാണ്. അത് 80കളിലാണ്. പിൽക്കാലത്ത് 2014 ശേഷം നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ഒരു ഇന്ത്യയിൽ ഉണ്ടായ ഒരു വലിയ അട്ടിമറി, യൂണിഫോം സിവിൽ കോഡ് എന്തോ വലിയ അപകടമാണെന്നും യൂണിഫോം സിവിൽ കോഡ് വന്നാൽ അത് ഹിന്ദു കോഡായിരിക്കുമെന്നും അതുകൊണ്ട് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ, സംഘപരിവാർ ശക്തികൾ ഭരിക്കുന്ന ഇന്ത്യയിൽ ഒരു കാരണവശാലും യൂണിഫോം സിവിൽ കോഡിനെ പിന്തുണക്കാൻ പാടില്ല, ഇന്നലെ വരെ സ്വീകരിച്ച നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി അതിനെ എതിർക്കേണ്ടിയിരിക്കുന്നു എന്നൊരു നിലപാടിലേക്ക് ഈ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും അതിന്റെ നേതൃത്വവും അതിന്റെ ജീനിയസുകളും മാറിയതാണ് ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും കൗതുകം നിറഞ്ഞൊരു കാഴ്ച. ഞാൻ ഓർക്കുന്നുണ്ട്, 80കളിൽ യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി വാദിച്ച ഇന്ത്യയിലെ ശ്രദ്ധേയരായ ബുദ്ധിജീവികളുടെ മുൻനിരയിൽ പ്രൊഫസർ ഹമീദ് ചേന്നമംഗലൂർ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് ആ പാതയിൽ സഞ്ചരിച്ചു വന്നവരാണ്. എങ്ങനെയാണ് ഈ രാഷ്ട്രീയ പരിണാമത്തെ ഹമീദ് സാർ കാണുന്നത്? യൂണിഫോം സിവിൽ കോഡ് വന്നാൽ എന്ത്, അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കുന്നതിന്റെ ന്യായങ്ങൾ എന്താണ്? യൂണിഫോം സിവിൽ കോഡ് സംഭവിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നരേന്ദ്രമോദി അത് നടപ്പിൽ വരുത്തും എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ അത് വന്നാൽ ഉണ്ടാകാവുന്ന ആശങ്കകൾ എന്താണ്? അത് വരുന്ന മുറക്ക് അതൊരു ദേശീയ ചർച്ചയായി വരുമ്പോൾ ബഹുജനങ്ങൾ സ്വീകരിക്കേണ്ട ജാഗ്രതകൾ എന്തായിരിക്കും? ഈ വിഷയത്തെക്കുറിച്ച് അങ്ങേക്ക് പറയാനുള്ള സുചിന്തിതമായ നിരീക്ഷണങ്ങൾ കേൾക്കാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ഹമീദ് സാർ, അങ്ങേക്ക് സ്വാഗതം. അങ്ങേക്ക് ആരംഭിക്കാം. യൂണിഫോം സിവിൽ കോഡ് BJP ഭരിക്കുമ്പോൾ BJP ഭരിക്കുന്ന സമയത്ത് വരികയാണെങ്കിൽ അത് അങ്ങേയറ്റം ന്യൂനപക്ഷ വിരുദ്ധമായിരിക്കുമെന്ന നിലപാടാണ് ഈ അടുത്ത കാലത്തായിട്ട് ഇടതുപക്ഷ സംഘടനകളും അതുപോലെ തന്നെ വലതുപക്ഷത്തുള്ള മുസ്ലിം സംഘടനകളുമൊക്കെ മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ അവർ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 7-ന് 2024 ഫെബ്രുവരി 7-ന് BJP ഭരിക്കുന്ന ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കി. എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ഇവരൊക്കെ പറയുന്നത് പോലെ BJP ഭരിക്കുന്ന ഉത്തരാഖണ്ഡ് ഭരിക്കുന്നത് BJP ആണ്. അവിടെ അവര് UCC നടപ്പാക്കിയപ്പോൾ ഇവിടെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കോ മറ്റേതെങ്കിലും ന്യൂനപക്ഷങ്ങൾക്കോ എന്തെങ്കിലും പ്രശ്നം ആ ഒരു കാരണം കൊണ്ടുണ്ടായിട്ടുണ്ടോ? BJP ഭരിക്കുന്നു എന്നതുകൊണ്ട് ഇവിടെ ഹിന്ദു കുടുംബ നിയമങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടും എന്നതായിരുന്നു ഒരു വാദം. പക്ഷേ നമ്മളിപ്പോ 4 മാസം മുമ്പ് നടപ്പാക്കപ്പെട്ട ഉത്തരാഖണ്ഡിലെ UCC പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് വളരെ വ്യക്തമാണ്. ഈ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചുള്ള ചർച്ച ഭരണഘടനാ നിർമ്മാണ സഭയിൽ തന്നെ ആരംഭിച്ചതാണ്. യൂണിഫോം സിവിൽ കോഡ് എന്ന ആവശ്യം ഭരണഘടനയിലെ മൗലികാവകാശ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ട ആൾക്കാരന്ന് ഉണ്ടായിരുന്നു. പിന്നീട് അത് ഒരു സമവായം എന്ന നിലക്കാണ് മൗലികാവകാശ പട്ടികയിൽ നിന്ന് മാറ്റിയിട്ട് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാർഗനിർദ്ദേശക തത്വങ്ങളിൽ 44-ാം വകുപ്പ് അനുസരിച്ച് ഇന്ത്യയിൽ ആകമാനം എല്ലാ മതക്കാർക്കും, എല്ലാ ജാതിക്കാർക്കും, എല്ലാ ഭാഷക്കാർക്കും, എല്ലാ വംശക്കാർക്കും, എല്ലാവർക്കും ബാധകമായ പൊതു സിവിൽ കോഡ് നടപ്പാക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ സാഹചര്യത്തിൽ പറഞ്ഞാൽ പൊതു സിവിൽ കോഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ കുടുംബ നിയമമല്ലാതെ മറ്റൊന്നുമല്ല. ഇവിടെ വ്യത്യസ്ത സമുദായങ്ങൾക്ക് വേറെ വേറെ കുടുംബ നിയമങ്ങളാണ് ഉണ്ടായിരുന്നത്, പേഴ്സണൽ ലോസ്. 1955-56 കാലഘട്ടത്തിൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കെ ഹിന്ദു കോഡ് നിലവിൽ വന്നു. എല്ലാ വ്യക്തി നിയമങ്ങളിലും സ്ത്രീ വിരുദ്ധമായ അംശങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഹിന്ദു നിയമങ്ങളിൽ ധാരാളം ഉണ്ടായിരുന്നു 1955-56 കാലഘട്ടത്തിന് മുമ്പ് വരെ. അതില്ലാതാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഹിന്ദു കോഡ് ബിൽ നെഹ്റുവിന്റെ കാലത്ത് ആവിഷ്കരിക്കപ്പെട്ടത്.
ഹിന്ദു കോഡ് ബിൽ എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് മാത്രം ബാധകമല്ല. ഹിന്ദു കോഡ് ബില്ലിൽ 4 സമുദായങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഹിന്ദുക്കൾക്ക് അത് ബാധകമാണ്, ബുദ്ധമതക്കാർക്ക് ബാധകമാണ്, സിഖ് മതക്കാർക്ക് ബാധകമാണ്, ജൈന മതക്കാർക്കും ബാധകമാണ്. ഈ 4 മതക്കാർക്ക് ബാധകമായ കോഡിനെയാണ് ഹിന്ദു കോഡ് എന്ന് പറയുന്നത്. ഇവിടെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങൾക്ക്, ക്രൈസ്തവർക്ക്, പാർസികൾക്കും ഒക്കെ അവരുടേതായ വ്യക്തി നിയമങ്ങളുണ്ട്. അവയിൽ സ്ത്രീവിരുദ്ധമായ അംശങ്ങൾ ഉണ്ട് എന്നത് ഏറെക്കുറെ എല്ലാവരും സമ്മതിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഇടതുപക്ഷ പാർട്ടികൾ നേരത്തെ അത് സമ്മതിച്ച് കഴിഞ്ഞ കാര്യമാണ്. ഈ സ്ത്രീവിരുദ്ധ അംശങ്ങൾ ഇല്ലാതാക്കുകയും നിലവിലുള്ള ഹിന്ദു കുടുംബ നിയമത്തിൽ അല്ലെങ്കിൽ ഹിന്ദു കോഡിൽ സ്ത്രീവിരുദ്ധമായ അംശങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി ദൂരീകരിച്ചുകൊണ്ട് തികച്ചും ലിംഗനീതിപരമായ, ലിംഗസമത്വപരമായ ഒരു പൊതു കുടുംബ നിയമം, ഇന്ത്യൻ കുടുംബ നിയമം ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമാണ് UCC കൊണ്ടുവരിക എന്നത്. ഈ ഒരു ആവശ്യം ഉന്നയിക്കപ്പെട്ട കാലത്തൊക്കെ ഇടതുപക്ഷം ഈ അടുത്ത കാലത്താണല്ലോ അതിനെതിരെ രംഗത്ത് വന്നത്. പക്ഷേ ഈ ആവശ്യം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉന്നയിക്കപ്പെട്ട കാലം തൊട്ടേ അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തു പോന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ മുസ്ലിം യാഥാസ്ഥിതിക വിഭാഗങ്ങൾ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കിടയിലെ ഇല്ലിബറൽ പക്ഷമാണ്. മുസ്ലിങ്ങൾക്കിടെ ലിബറൽ പക്ഷം എല്ലാ കാലത്തും യൂണിഫോം സിവിൽ കോഡിന് അനുകൂലമായി. പക്ഷേ ആ മതത്തിലെ ഇല്ലിബറൽ പക്ഷം അഥവാ യാഥാസ്ഥിതിക വർഗീയ മതമൗലിക പക്ഷം യൂണിഫോം സിവിൽ കോഡ് എന്ന് കേൾക്കുന്ന മാത്രയിൽ അതിനെ എതിർക്കാൻ ചാടിപ്പുറപ്പെടുന്ന അവസ്ഥ 77 കൊല്ലമായിട്ട് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. 1985 ഷാബാനു ബീഗം കേസിന്റെ വിധിയിലും 1995 സരള മുഡ്ഗൽ കേസിന്റെ വിധിയിലും അത് കഴിഞ്ഞ് 2-3 സുപ്രീം കോടതി വിധികളിലും യൂണിഫോം സിവിൽ കോഡ് ആവിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച്, അഭിലഷണീയതയെക്കുറിച്ച് രാജ്യത്തെ പരമോന്നത ന്യായാസനം പലപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അത് നടപ്പാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ സുപ്രീം കോടതി ഇങ്ങനെ ഒരു യൂണിഫോം സിവിൽ കോഡിന്റെ ആവശ്യകത ഊന്നിപ്പറയുന്ന സന്ദർഭങ്ങളിലെല്ലാം അതിനെ ശക്തമായിട്ട് എതിർത്തു പോന്നിട്ടുള്ള മുസ്ലിം യാഥാസ്ഥിതിക പക്ഷം മുന്നോട്ട് വെക്കുന്ന ചില വാദങ്ങളുണ്ട്. UCCക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യൻ കുടുംബ നിയമത്തിനെതിരെ അവർ മുന്നോട്ട് വെക്കുന്ന ചില വാദങ്ങളുണ്ട്. ആ വാദങ്ങളെ നമുക്ക് 4 ആയിട്ട് ക്രോഡീകരിക്കാം. ഒന്ന്, അവിടെ പ്രധാനപ്പെട്ട ഒരു വാദം, പൊതു സിവിൽ കോഡ് നിലവിൽ വന്നാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെടും. അതാണ് ഒരു വാദം. രണ്ടാമത്തെ വാദം, യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാംസ്കാരിക വ്യക്തിത്വം അഥവാ സാംസ്കാരിക തനിമ ഇല്ലാതാക്കും. മൂന്നാമത്തെ വാദം, യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ മേൽ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ മേൽ ഹിന്ദു കോഡ് ബിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. 4, യൂണിഫോം സിവിൽ കോഡ് വന്നാൽ ഇന്ത്യയിലെ ബഹുസ്വരത തകർക്കപ്പെടും. ഇതാണ് 4 പ്രധാനപ്പെട്ട വാദങ്ങൾ. ഈ വാദങ്ങൾ നമുക്ക് സംക്ഷിപ്ത, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പരിശോധിക്കാവുന്നതാണ്. ഒന്നാമത്തെ വാദം, യൂണിഫോം സിവിൽ കോഡ് വന്നാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മതസ്വാതന്ത്ര്യം ഇല്ലാതാകും എന്നതാണ്. ഈ വാദത്തിൽ വല്ല കഴമ്പുമുണ്ടോ? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യത്ത് സിവിൽ നിയമങ്ങൾ 95-96% നേരത്തെ ഏകീകൃതമാണ്, പൊതുവാണ്. ആകെക്കൂടി 3-4 വിഷയങ്ങളിൽ മാത്രമാണ് ഏകീകൃത പൗര നിയമം അല്ലെങ്കിൽ ഏകീകൃത കുടുംബ നിയമം ഇല്ലാത്തത്. അതൊന്ന് വിവാഹം, രണ്ടാമത്തേത് വിവാഹമോചനം, മൂന്നാമത്തേത് പിന്തുടർച്ചാവകാശം, അനന്തര സ്വത്തവകാശം. അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ മാത്രമാണ് ഇവിടെ ഏകീകൃതമായിട്ടുള്ള കുടുംബ നിയമങ്ങൾ അല്ലെങ്കിൽ പൗര നിയമങ്ങൾ ഇല്ലാത്തത്. അപ്പൊ 95-96% നിയമങ്ങളും ഏകീകരിക്കപ്പെട്ടിട്ടും മുസ്ലിങ്ങളുടെ മതസ്വാതന്ത്ര്യത്തിന് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ലെങ്കിൽ ഇനി വിവാഹത്തെ സംബന്ധിച്ചും വിവാഹമോചനത്തെ സംബന്ധിച്ചും അനന്തര സ്വത്താവകാശത്തെ സംബന്ധിച്ചും ഒക്കെയുള്ള നിയമങ്ങളിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തിയത് കൊണ്ട് മാത്രം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മതസ്വാതന്ത്ര്യം തകരുമോ? മതസ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒന്ന് ഏകദൈവവാദമാണ്.
രണ്ടാമത്തേത് മുഹമ്മദ് നബി ദൈവത്തിന്റെ പ്രവാചകനാണ് എന്ന വിശ്വാസമാണ്. ഈ രണ്ട് കാര്യങ്ങളിലേക്കും ഇന്ത്യയിലെ പൊതു സിവിൽ കോഡ് കടക്കുന്ന പ്രശ്നമേ ഇല്ല, കടന്നിട്ടില്ല. ഉത്തരാഖണ്ഡിലെ നടപ്പാക്കി അവിടെയൊന്നും മുസ്ലിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഏകദൈവത്തിൽ വിശ്വസിക്കാൻ പാടില്ല എന്നോ മുഹമ്മദ് നബി ദൈവത്തിന്റെ പ്രവാചകനാണ് എന്ന് വിശ്വസിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടില്ല. പിന്നെ മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മതാനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത് 1 5 നേരം നമസ്കരിക്കുക, 2 റംസാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുക, 1 മാസം വ്രതമനുഷ്ഠിക്കുക, 3 സാമ്പത്തികമായും ആരോഗ്യപരമായും സാധ്യതയുണ്ടെങ്കിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കുക, പിന്നെ സക്കാത്ത് നൽകുക. ഇതൊക്കെയാണ് അവര് മതത്തിന്റെ ഭാഗമായിട്ട് അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങൾ. പൊതു സിവിൽ കോഡ് വന്നാൽ അതിൽ എവിടെയെങ്കിലും പറയുമോ മുസ്ലിങ്ങൾ ഇനി 5 നേരം നമസ്കരിക്കാൻ പാടില്ല, മുസ്ലിങ്ങൾ ഇനി നോമ്പനുഷ്ഠിക്കാൻ പാടില്ല, ഹജ്ജിന് പോകാൻ പാടില്ല, സക്കാത്ത് നൽകാൻ പാടില്ല? ഈ കാര്യമൊന്നും പൊതു സിവിൽ കോഡിൽ പറയാൻ പോകുന്നില്ല. കാരണം പൊതു സിവിൽ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മതാനുഷ്ഠാനങ്ങളുടെ ഏകീകരണമല്ല, മതാചാരങ്ങളുടെ ഏകീകരണമല്ല. നേരെ മറിച്ച് ഇവിടെ കുടുംബ നിയമങ്ങളിലുള്ള, വ്യക്തി നിയമങ്ങളിലുള്ള ലിംഗനീതിപരമല്ലാത്ത, ലിംഗസമത്വാധിഷ്ഠിതമല്ലാത്ത ആചാരങ്ങൾ ഒഴിവാക്കി അത്തരം ആചാരങ്ങളെയും അത്തരം ബാക്കിയുള്ള നിയമങ്ങളെയും ഒക്കെ ലിംഗനീതിപരമാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന വാദത്തിന് യാതൊരു കഴമ്പുമില്ല. അതായത് മതസ്വാതന്ത്ര്യം മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെടും എന്ന വാദം നിരർത്ഥകമാണ്. രണ്ടാമത്തെ അവരുടെ പ്രധാനപ്പെട്ട വാദം മുസ്ലിം വ്യക്തി നിയമം ഇല്ലാതാവുകയും അതിന്റെ സ്ഥാനത്ത് യൂണിഫോം സിവിൽ കോഡ് നടപ്പാവുകയും ചെയ്യുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാംസ്കാരിക വ്യക്തിത്വം തകരും, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാംസ്കാരിക തനിമ ഇല്ലാതാകും എന്നതാണ് രണ്ടാമത്തെ വാദം. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ആകമാനം ഒരു ഏകശിലാരൂപമായ സംസ്കാരമുണ്ട് എന്നാണ്, ഏകശിലാത്മകമായ ഒരു സാംസ്കാരിക വ്യക്തിത്വമുണ്ട് എന്നാണ്. ലോകത്ത് ഒരിടത്തും മുസ്ലിങ്ങൾക്ക് സർവസ്വീകാര്യമായ, എല്ലാ മുസ്ലിം വിഭാഗങ്ങൾക്കും സർവസ്വീകാര്യമായ ഒരു സംസ്കാരമില്ല, സർവസ്വീകാര്യമായ ഒരു സാംസ്കാരിക സ്വത്വവുമില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥയും അത് തന്നെയാണ്. അവർക്കിടയിൽ പലതരം വിഭാഗങ്ങളുണ്ട്, സുന്നികളുണ്ട്, ഷിയാക്കളുണ്ട്. അതുപോലെ കേരളത്തിലേക്ക് വന്നാൽ സുന്നികൾക്കിടയിൽ തന്നെ, ഇവിടെ ഷിയാക്കളില്ല, സുന്നികൾക്കിടയിൽ തന്നെ ധാരാളം വിഭാഗങ്ങളുണ്ട്. സാധാരണഗതിയിൽ സുന്നി സംഘടനകൾ എന്ന് പറയപ്പെടുന്ന 2 സംഘടനകൾ, അതിനു പുറമെ മുജാഹിദ് എന്ന സംഘടന, ജമാഅത്തെ ഇസ്ലാമിയ സംഘടന, ഇങ്ങനെ അഹമ്മദിയ വിഭാഗം എന്ന സംഘടന, ഇതൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ തന്നെയും അവര് പല വിഷയങ്ങളിലും, മതപരമായ പല വിഷയങ്ങളിലും ഏകാഭിപ്രായമില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു വിഭാഗം പറയുന്നത് വെള്ളിയാഴ്ച പള്ളിയിൽ നടത്തുന്ന ഖുതുബ അറബിയിലായിരിക്കണം എന്നാണ്. കാരണം മുഹമ്മദ് നബിയുടെ കാലത്ത് അറേബ്യയിൽ മുഹമ്മദ് നബിയും അദ്ദേഹത്തിന് അനുചരന്മാരും ഒക്കെ ഖുതുബ നടത്തിയത്, അല്ലെങ്കിൽ പ്രസംഗം നടത്തിയത് അറബി ഭാഷയിലാണ്. അതുകൊണ്ട് അത് മാത്രമേ ഇവിടെയും നടത്താൻ പാടുള്ളൂ എന്ന് വാദിക്കുന്ന ശക്തമായ വിഭാഗം കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. അതേസമയം ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന അവരുടെ പ്രാദേശിക ഭാഷയിൽ, അതായത് മലയാളത്തിൽ വേണം ഈ വെള്ളിയാഴ്ച ഖുതുബ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരും മുജാഹിദുകളും അഹമ്മദിയ വിഭാഗക്കാരും ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ആ കാര്യത്തിൽ പോലും അഭിപ്രായ ഐക്യം മുസ്ലിം സംഘടനകൾക്കിടയിലില്ല. അതുപോലെ കേരളത്തില് പ്രബലമായ ഒരു മുസ്ലിം വിഭാഗത്തിന്റെ ആൾക്കാർ പറയുന്നത് പ്രവാചകന്റെ, മുഹമ്മദ് നബിയുടെ മുടിക്ക് പവിത്രതയുണ്ട് എന്നാണ്, അതിന് ഒരുതരം ദൈവികത്വമുണ്ട് അല്ലെങ്കിൽ വിശുദ്ധിയുണ്ട് എന്നാണ്. എന്നാൽ ആ വാദത്തെ അപ്പാടെ തള്ളിക്കളയുന്നു കേരളത്തിലെ തന്നെ മറ്റു ചില മുസ്ലിം വിഭാഗങ്ങൾ. അവർ പറയുന്നത് പ്രവാചകന്റെ മുടിക്ക് ഒരു പവിത്രതയുമില്ല, അത് സാധാരണ മനുഷ്യന്റെ മുടി പോലെ തന്നെയാണ്, അതിനെ വിശുദ്ധി കൽപ്പിക്കുന്നത് ഇസ്ലാമികമല്ല, അത് തെറ്റാണ് എന്ന് പറയുന്നു. അതുപോലെ സാംസ്കാരികമായിട്ട് പല കാര്യങ്ങളിലും മുസ്ലിങ്ങൾക്കിടയിലെ വ്യത്യസ്ത ഗ്രൂപ്പുകൾ വിഭിന്നാഭിപ്രായം പുലർത്തുന്ന സാഹചര്യത്തിലാണ് ഈ ഏകീകൃത പൗര നിയമത്തിനെതിരെ മുന്നോട്ട് വരുന്ന വർഗീയ ശക്തികളും യാഥാസ്ഥിതിക ശക്തികളും അത് മുസ്ലിങ്ങളുടെ സാംസ്കാരിക വ്യക്തിത്വം ഇല്ലാതാക്കും എന്ന് പറയുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് ഏകശിലാത്മകമായ ഒരു സംസ്കാരമില്ലെങ്കിൽ, അവർക്ക് ഏകരൂപമായ ഒരു സാംസ്കാരിക വ്യക്തിത്വം ഇല്ലെങ്കിൽ അത് തകർക്കപ്പെടും എന്ന് പറയുന്നത് വാസ്തവത്തിൽ അബദ്ധജടിലമായ ഒരു വാദമാണ്.
മൂന്നാമത്തെ കാര്യം അവർ പറയുന്നത് ഇവിടെ മുസ്ലിം വ്യക്തി നിയമം ഇല്ലാതാവുകയും ഏകീകൃത പൗര നിയമം വരികയും ചെയ്യുമ്പോൾ മുസ്ലിങ്ങളുടെ മേൽ ഹിന്ദു കോഡ് ബിൽ ഹിന്ദു കുടുംബ നിയമം അടിച്ചേൽപ്പിക്കപ്പെടും എന്നാണ്. ഇത് കേട്ടാൽ തോന്നുക ഇവിടെ ഹിന്ദു കോഡ് എന്ന് പറയുന്നത് പരമമായിട്ട് ശുദ്ധീകരിക്കപ്പെട്ട ലിംഗ നീതിപരമായ ഒരു കോഡാണ് എന്നാണ്. ഇവിടെ ഏകീകൃത പൗര നിയമം ഉണ്ടാക്കുമ്പോൾ ഏത് ഗവൺമെന്റ് ആയാലും, അത് ഇനി BJP ഗവൺമെന്റ് ആയാലും വേറെ ഏത് ഗവൺമെന്റ് ആയാലും, അവർക്ക് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ മറികടന്നുകൊണ്ട് ഒരു യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാക്കുക സാധ്യമല്ല. ഭരണഘടനയുടെ മൗലികാവകാശ പട്ടികയിൽ പറയുന്ന കാര്യങ്ങൾ അവഗണിച്ചുകൊണ്ട് ഒരു യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാക്കുക സാധ്യമല്ല. അത് ലിംഗനീതിപരമായേ തീരും. അപ്പൊ ഹിന്ദു കോഡ് ബില്ലിലുമുണ്ട് ലിംഗനീതിപരമല്ലാത്ത അംശങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ യൂണിഫോം സിവിൽ കോഡ് വരുമ്പോൾ മുസ്ലിങ്ങളുടെ മേൽ ഹിന്ദു കോഡ് ബിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ലിംഗനീതിപരമല്ലാത്ത നിയമങ്ങളാണ് ഏകീകൃത പൗര നിയമത്തിൽ വരുന്നതെങ്കിൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. ഇപ്പോഴും ഹിന്ദു കോഡ് ബില്ലിലെ പല അംശങ്ങളും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിനകം. അങ്ങനെ യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയിൽ നടപ്പാക്കുമ്പോൾ ഹിന്ദുക്കൾക്ക് ഇന്ന് ബാധകമായ കുടുംബ നിയമങ്ങൾ അപ്പടി മുസ്ലിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയല്ല ഉദ്ദേശം. നേരെ മറിച്ച് ഹിന്ദു കുടുംബ നിയമങ്ങളിലോ മുസ്ലിം കുടുംബ നിയമങ്ങളിലോ ക്രൈസ്തവ കുടുംബ നിയമങ്ങളിലോ മറ്റ് മത കുടുംബ നിയമങ്ങളിലോ ഇനി മതേതര കുടുംബ നിയമങ്ങളിലോ ഒക്കെയുള്ള ഏറ്റവും ലിംഗ സമത്വാധിഷ്ഠിതമായ നിയമങ്ങൾ ചേർത്തുണ്ടാക്കുന്ന ഒരു നിയമസംഹിതയുടെ പേരാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹിന്ദു കോഡിൽ മുസ്ലിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നതിൽ യാതൊരു കടമ്പുമില്ല. നാലാമത്തെ വാദം, യൂണിഫോം സിവിൽ കോഡ് നിലവിൽ വരുമ്പോൾ ഇന്ത്യയിൽ ബഹുസ്വരത എന്ന സാധനം ഇല്ലാതാകുമെന്നാണ്. ബഹുസ്വരത എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ബഹുസ്വരത എന്ന് പറഞ്ഞാൽ എല്ലാ സ്വരങ്ങൾക്കും എല്ലാ ശബ്ദങ്ങൾക്കും എല്ലാ വീക്ഷണങ്ങൾക്കും ഇടമുള്ള അവസ്ഥയാണ്. പക്ഷെ അവിടെ ഒരു വ്യവസ്ഥയുണ്ട്. തീർച്ചയായിട്ടും എല്ലാ സ്വരങ്ങൾക്കും എല്ലാ ശബ്ദങ്ങൾക്കും എല്ലാ വീക്ഷണങ്ങൾക്കും ഒരു രാജ്യത്തിനകത്ത് ഒരു സമൂഹത്തിനകത്ത് ഇടം വേണം, സ്പേസ് വേണം. പക്ഷേ ഒരു വ്യവസ്ഥ, ആ വ്യവസ്ഥ എന്താണ്? അത് പൊതുജന താല്പര്യത്തിനും രാജ്യ താല്പര്യങ്ങൾക്കും അനുഗുണമായിരിക്കണം. രാജ്യ താല്പര്യങ്ങൾക്ക് അനുഗുണമല്ലാത്ത പൊതുസമൂഹത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുഗുണമല്ലാത്ത സ്വരങ്ങൾക്കും ശബ്ദങ്ങൾക്കും ഒരു സമൂഹവും ഒരു രാജ്യവും അനുവാദം നൽകില്ല. അപ്പൊ ബഹുസ്വര തീർച്ചയായിട്ടും നമുക്ക് വേണം. പക്ഷേ പൊതു സിവിൽ കോഡ് വരുമ്പോൾ എങ്ങനെയാണ് ഈ ബഹുസ്വരത നഷ്ടപ്പെടുക? ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ സിവിൽ നിയമത്തിലെ 95-96% ഏകീകൃതമാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ബഹുസ്വരത നഷ്ടപ്പെട്ടിട്ടുണ്ടോ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമുദായത്തെ സംബന്ധിച്ചിടത്തോളം? അതുപോലെ തന്നെ 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ 1860-ലാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം ഉണ്ടാകുന്നത്. 1861-ൽ പൊതു ക്രിമിനൽ നടപടി ചട്ടമുണ്ടായി ബ്രിട്ടീഷുകാരുടെ കാലത്ത്. അന്ന് വരെ നിലവിലുണ്ടായിരുന്നത് ഇവിടെ മതത്തെ ആസ്പദമാക്കിയിട്ടുള്ള ക്രിമിനൽ നിയമങ്ങളാണ്. ഹിന്ദു മതത്തെ ആസ്പദമാക്കിയുള്ള ക്രിമിനൽ നിയമങ്ങളും മുസ്ലിം മതത്തെ ഇസ്ലാം മതത്തെ ആസ്പദമാക്കിയുള്ള ക്രിമിനൽ നിയമങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇല്ലാതാവുകയും ഒരു പൊതു ക്രിമിനൽ നിയമവ്യവസ്ഥ 1860-കളോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു, എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ബഹുസ്വരത നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അപ്പൊ ബഹുസ്വരത നഷ്ടപ്പെടും. ഇന്ത്യയിലെ കുടുംബ നിയമങ്ങൾ ഏകീകരിച്ചു കഴിഞ്ഞാൽ ബഹുസ്വരത നഷ്ടപ്പെടും എന്ന് പറയുന്നത് അബദ്ധമാണ്. അതിൽ യാതൊരു കഴമ്പുമില്ലാത്ത ഒരു വാദമാണ്. ഈ 4 വാദങ്ങളാണ് ഇവരൊക്കെ ഉന്നയിക്കുന്നത്. ഇവർ മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത് 1861-ൽ പൊതു ക്രിമിനൽ നടപടിച്ചട്ടം ബ്രിട്ടീഷുകാർ നടപ്പാക്കിയപ്പോൾ അതുവരെ ഇവിടെ നിലവിലുണ്ടായിരുന്ന ഹിന്ദു ശിക്ഷാ നിയമം, മുസ്ലിം ശിക്ഷാ നിയമം, ബാക്കിയുള്ള മതങ്ങളുടെ ശിക്ഷാ നിയമം റദ്ദാക്കപ്പെട്ടു. അങ്ങനെ റദ്ദാക്കപ്പെട്ടപ്പോൾ എന്തൊക്കെയാ റദ്ദായത്? ഒന്ന്, 1861-ൽ ക്രിമിനൽ നടപടിച്ചട്ടം ബ്രിട്ടീഷുകാർ ആവിഷ്കരിക്കുന്നത് വരെ ഒരു ശൂദ്രൻ ഒരു ബ്രാഹ്മണനെതിരെ സാക്ഷിമൊഴി നൽകിയാൽ അത് സ്വീകാര്യമായിരുന്നില്ല, അത് അംഗീകരിക്കപ്പെടുമായിരുന്നില്ല. അതുപോലെ ഒരു മുസ്ലിം ശിക്ഷാ നിയമപ്രകാരം ഒരു അമുസ്ലിം ഒരു മുസ്ലിമിനെതിരെ സാക്ഷിമൊഴി നൽകിയാൽ അതിനും വാലിഡിറ്റി, സാധുതയുണ്ടായിരുന്നില്ല. അതില്ലാതാക്കുകയും സാക്ഷിമൊഴി നൽകുന്നത് ആരായാലും
അയാളുടെ മതം എന്തായാലും, ജാതി എന്തായാലും, അയാൾ ഭാഷ എന്തായാലും, ലിംഗം എന്തായാലും ശരി, അതൊക്കെ ഒരുപോലെ അംഗീകരിക്കപ്പെടും എന്ന അവസ്ഥാവിശേഷം സംജാതമായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1761 ആ ഒരു ക്രിമിനൽ നടപടി ചട്ടം നിലവിൽ വന്നതിനെ കുറിച്ച് നമ്മുടെ വിശ്രുതനായ സർദാർ പണിക്കർ, സർദാർ പണിക്കർ പറഞ്ഞ ഒരു വിശേഷണമുണ്ട്. ആ നിയമം വിപ്ലവാത്മകമായിരുന്നു, റവല്യൂഷണറി ആയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 1761 ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഈ പൊതു ക്രിമിനൽ നടപടി ചട്ടം, അത് ബ്രിട്ടീഷുകാരാണ് ഉണ്ടാക്കിയത് എന്നതുകൊണ്ട് അത് നമുക്ക് സ്വീകാര്യമല്ലെന്നും അത് ബ്രിട്ടീഷുകാരുടെ നിയമങ്ങൾ നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കാനുള്ള തന്ത്രമാണെന്നും ആരും നമ്മുടെ രാജ്യത്തുള്ള ഒരു ലിബറൽ ചിന്താഗതിക്കാരനും വന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പൊ പറയുന്നത് എന്താണ്? യൂണിഫോം സിവിൽ കോഡ് 2014 ശേഷം BJP അധികാരത്തിൽ വന്നു. അവര് നടപ്പാക്കുമ്പോൾ അത് ഇടതുപക്ഷവും പറയുന്നു, അതുപോലെ മുസ്ലിങ്ങൾക്കിടയിലെ ഈ ലിബറൽ പക്ഷവും പറയുന്നു അത് ഹിന്ദു കോഡ് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ്, അത് ഒരിക്കലും സ്വീകാര്യമല്ല, അത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് എതിരായിരിക്കും എന്ന് അവരിപ്പോ പറയുന്നു. അങ്ങനെയാണെങ്കിൽ 2014 മുമ്പ്, ബ്രിട്ടീഷുകാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് മുസ്ലിം സംഘടനകൾ ഇതിന് എതിർത്തു പോകുന്നത്? മുസ്ലിം സംഘടനകൾ ചേർന്നിട്ട് 1964 ഇവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. അതിന്റെ പേരായിരുന്നു മുസ്ലിം മജ്ലിസെ മുഷാവറ. ഈ മുസ്ലിം മജ്ലിസെ മുഷാവറ ഉണ്ടാക്കാനുള്ള കാരണം എന്താ? 1964 കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മുഹമ്മദ് കരീം ചഗ്ല. മുഹമ്മദ് കരീം ചഗ്ല ഒരു ലിബറൽ പക്ഷത്ത് നിൽക്കുന്ന മുസ്ലിം പുരോഗമനവാദിയായിരുന്നു. അദ്ദേഹത്തെ പോലുള്ളവർ, ചഗ്ല മാത്രമല്ല, ചഗ്ലയെ പോലുള്ള ലിബറൽ പക്ഷത്തുള്ള മുസ്ലിം ബുദ്ധിജീവികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടു ഇന്ത്യയിലെ മുസ്ലിം വ്യക്തി നിയമം പരിഷ്കരിക്കണം. കാരണം 3 വർഷം മുമ്പ് 1961 പാകിസ്ഥാനിൽ മുസ്ലിം വ്യക്തി നിയമം പരിഷ്കരിച്ചിരിക്കുന്നു. അതിന്റെ ചുവട് പിടിച്ച് ഇന്ത്യയിലും മുസ്ലിം വ്യക്തി നിയമം പരിഷ്കരിക്കണം എന്ന് മുഹമ്മദ് കരീം ചഗ്ലയെ പോലുള്ള ആവശ്യപ്പെട്ടപ്പോഴാണ് ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ യാഥാസ്ഥിതിക, വർഗീയ, മതമൗലിക സംഘടനകളും അല്ലാത്തവരും ഒക്കെ ചേർന്നിട്ട് മുസ്ലിം മജ്ലിസെ മുഷാവറ ഉണ്ടാക്കിയത്. അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം രാജ്യത്ത് നിലവിലുള്ള മുസ്ലിം വ്യക്തി നിയമത്തിൽ യാതൊരു ഇടപെടലുകളും ഭരണകൂടത്തിന്റെ പക്ഷത്ത് നിന്നുണ്ടാകരുത് എന്നായിരുന്നു. അത് കഴിഞ്ഞ് 1970-കളുടെ ആദ്യത്തിൽ ക്രിമിനൽ നടപടി ചട്ടത്തിന്റെ ചില വകുപ്പുകൾ അനുസരിച്ച് കോടതികൾ മുസ്ലിങ്ങൾ കൂടി ഉൾപ്പെട്ട ചില കാര്യങ്ങളിൽ വ്യാഖ്യാനം നടത്തുകയും വിധി പറയുകയും ഒക്കെ ചെയ്തപ്പോൾ അതിന് തടയിടാൻ വേണ്ടിയാണ് മുസ്ലിം വ്യക്തി നിയമം അന്യൂനമായി സംരക്ഷിക്കപ്പെടണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 1972-73 കാലത്ത് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് നിലവിൽ വന്നത്. ആ പേഴ്സണൽ ലോ ബോർഡും അതിനോടൊപ്പമുള്ള സംഘടനകളും അതിനോടൊപ്പമില്ലാത്ത മുസ്ലിം വർഗീയ യാഥാസ്ഥിക സംഘടനകളും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പൊതു സിവിൽ കോഡ് പാടില്ല എന്ന്. അത് BJP അധികാരത്തിൽ വന്നുകൊണ്ടല്ല. BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള 60-65 വർഷക്കാലവും അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെയാണ്. അവർ വാസ്തവത്തിൽ ഇവിടെ മുസ്ലിങ്ങളുടെ വ്യക്തി നിയമം എന്നത് കാലോചിതമായി പരിഷ്കരിക്കുന്നതിനെതിരാണ് എന്നതാണ് അതൊക്കെ സൂചിപ്പിക്കുന്നത്. പക്ഷെ ആര് എത്രയൊക്കെ എതിർത്താലും ഈ നിയമങ്ങൾ പരിഷ്കരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം മുത്തലാഖ് നിരോധിക്കപ്പെട്ടു, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഈ മുസ്ലിം യാഥാസ്ഥിതിക വിഭാഗങ്ങൾ, മുസ്ലിം ഇലിബറൽ പക്ഷം വിചാരിക്കുന്നത് പോലെ മുസ്ലിം സമുദായത്തെ ഇനി അങ്ങോട്ട് അവരുടെ ചങ്ങലക്കെട്ടിൽ ബന്ധിച്ചു നിർത്താൻ സാധിക്കാത്ത വിധം കാലം മാറിയിരിക്കുന്നു. തീർച്ചയായിട്ടും വളരെ വളരെ വ്യക്തമാണ് അങ്ങയുടെ നിലപാട്. മാത്രമല്ല, ഒരു സംശയത്തിന് പോലും ഇട നൽകാത്ത വിധം ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാകുന്ന ഭാഷയിലാണ് അങ്ങേയറ്റത്തെ ഗഹനമായ ഒരു വിഷയത്തെ സാർ വളരെ സരളമായി, ലളിതമായി അവതരിപ്പിച്ചത്. അങ്ങേക്ക് നന്ദി പറയുന്നു സർ. താങ്ക്സ് എ ലോട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.